ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 12, 13 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഞാനിവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ന്യൂസ്, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ബി ഡിജിറ്റൽ റെഡി ഇൻ പബ്ലിക് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ബി ഡിജിറ്റൽ റെഡി ഇൻ പബ്ലിക് എഡ്യൂക്കേഷൻ. സമ്പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ച സർക്കാർ സ്കൂളുകൾ, അതായത് സർക്കാർ സ്കൂളുകളെ സമ്പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. സർക്കാർ സ്കൂളുകളെ സമ്പൂർണ്ണമായി ഡിജിറ്റൽ വൽക്കരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ന്യൂസ് കൊടുത്തിട്ടുള്ളത് COVID-19 ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അതായത് COVID-19 സ്ഥിരീകരിക്കുന്ന ചിലവ് കുറഞ്ഞ ടെസ്റ്റ് രീതി പ്രാബല്യത്തിൽ വരുമെന്ന കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഹർഷവർദ്ധന്റെ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഫെലൂഡ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ് ഫോർ SARS-CoV-2 ഡയഗ്നോസിസ്. ഫെലൂഡ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്, ചെലവ് കുറഞ്ഞ ടെസ്റ്റ് നിലവിൽ വരും എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടെസ്റ്റ് വികസിപ്പിക്കുന്നത് CISR ആണ്, ഡെവലപ്ഡ് ബൈ CISR ആണ് ഈ ടെസ്റ്റ് വികസിപ്പിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി, CISR ആണ് ടെസ്റ്റ്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള CISR ആണ് ഈ ടെസ്റ്റ് വികസിപ്പിക്കുന്നത്. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഹർഷവർദ്ധൻ ആണ്. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ ഹർഷവർദ്ധൻ ആണ് ഫെലൂഡ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ്. ഓക്കെ, അടുത്ത ഒരു ന്യൂസ് ഉള്ളത് സ്വമിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. സ്വമിത്വ പദ്ധതി ഇനാഗുറേറ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്വമിത്വ പദ്ധതി ഇനാഗുറേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വമിത്വ പദ്ധതി എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഗ്രാമങ്ങളിൽ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് സ്വത്ത് ഉടമസ്ഥാവകാശ കാർഡുകൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സ്വമിത്വ പദ്ധതി. അത് എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഗ്രാമങ്ങളിലെ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് സ്വത്ത് ഉടമസ്ഥാവകാശ കാർഡുകൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈ സ്വമിത്വ പദ്ധതി. ഈ സ്വമിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇനാഗുറേറ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ പ്രോഗ്രാം, ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതിൽ പങ്കെടുത്തിട്ടുള്ള, ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഉത്തർപ്രദേശ് CM യോഗി ആദിത്യനാഥ്, മധ്യപ്രദേശ് CM ശിവരാജ് സിംഗ് ചൗഹാൻ. ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആണ് യോഗി ആദിത്യനാഥ്. ഈ ചീഫ് മിനിസ്റ്റേഴ്സിന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അടുത്ത ഒരു ന്യൂസ് ഉള്ളത് ബ്ലൂ ഫ്ലാഗ് ടാഗ് ഇന്ത്യയിലെ 8 ബീച്ചുകൾക്ക് ലഭിച്ചു എന്നുള്ളൊരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലൂ ഫ്ലാഗ് ടാഗ് ഫോർ 8 ബീച്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 8 ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് ടാഗ് ലഭിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ ബ്ലൂ ഫ്ലാഗ് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് എന്ന സ്ഥാപനം പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന ഒരു രാജ്യാന്തര പദവിയാണ് ഈ ബ്ലൂ ഫ്ലാഗ് ടാഗ്. അത് ലഭിച്ച ഇന്ത്യയിലെ 8 ബീച്ചുകൾക്ക് ലഭിച്ചു. അതിൽ കേരളത്തിൽ നിന്നുള്ള 2 ബീച്ചുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. 8 ബീച്ചുകളും ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ഇത്തരത്തിലുള്ള പദവികൾ ലഭിക്കുന്ന ബീച്ചുകളെ ആയിരിക്കാം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ ബീച്ച് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം. രാധാനഗർ ബീച്ച്, ആൻഡമാനിലെ രാധാനഗർ ബീച്ചൊക്കെ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബീച്ചുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാസർഗോഡ് കേരളയാണ്. അതുപോലെ തന്നെ പാതുബിദ്രി ബീച്ച് കർണാടകയിലാണ്. കാസർഗോഡ് കേരളയിലാണ്. പാതുബിദ്രി ബീച്ച് കർണാടകയിലാണ്. ശിവരാജ്പൂർ ബീച്ച് ഗുജറാത്തിലാണ്. കാപ്പാട് ബീച്ച് കേരളയാണ്. ഗോഖല ബീച്ച് ദാമൻ ദിയു ആണ്. കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് കാപ്പാട്. ഗോഖല ബീച്ച് ദാമൻ ദിയു ആണ്. അതുപോലെ തന്നെ ഋഷികൊണ്ട ബീച്ച് ആന്ധ്രാപ്രദേശാണ്. പുരി ഗോൾഡൻ ബീച്ച് ഒഡീഷയിലാണ്. സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ രാധാനഗർ ബീച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ബീച്ചാണ് രാധാനഗർ ബീച്ച്. ഈ രാധാനഗർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഓക്കെ, അപ്പോൾ കാസർഗോഡ് ബീച്ച് കേരളയാണ്.
പാതുബിദ്രി ബീച്ച് കർണാടകയിലാണ്. ശിവരാജ്പൂർ ബീച്ച് ഗുജറാത്തിലാണ്. കാപ്പാട് ബീച്ച് കേരള നമുക്കറിയാവുന്നതാണ്. ഗോഖല ബീച്ച് ദാമൻ ദ്വീപിലാണ്. ഋഷികൊണ്ട ബീച്ച് ആന്ധ്രാപ്രദേശിലാണ്. പുരി ഗോൾഡൻ ബീച്ച് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ രാധാനഗർ ബീച്ച് ആൻഡമാൻ നിക്കോബാറിലാണ്. ഈ ബ്ലൂ ഫ്ലാഗ് ടാഗ് പദവി കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് ആണ് ഈ ബ്ലൂ ഫ്ലാഗ് ടാഗ് പദവി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ഫ്രഞ്ച് ഓപ്പണുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് ഓപ്പൺ മെൻസ് ചാമ്പ്യൻ ഫ്രഞ്ച് ഓപ്പൺ മെൻസ് വിജയിച്ചത് റാഫേൽ നദാലാണ്. ഫ്രഞ്ച് ഓപ്പൺ മെൻസ് വിജയിച്ചത് റാഫേൽ നദാൽ സ്പെയിൻകാരനാണ് റാഫേൽ നദാലാണ് ഫ്രഞ്ച് ഓപ്പൺ മെൻസ് ചാമ്പ്യൻ ആയത്. റണ്ണറപ്പ് ആയത് നൊവാക്ക് ദോക്യോവിച്ച് സെർബിയക്കാരനാണ്. ഈ രണ്ട് ആൾക്കാരെ അറിഞ്ഞിരിക്കണം. റഫേൽ നദാൽ വിജയിച്ചു ഫ്രഞ്ച് ഓപ്പണിൽ, സ്പെയിൻകാരനാണ്. നൊവാക്ക് ദോക്യോവിച്ച് സെർബിയക്കാരനാണ്. ഇനി എക്കണോമിക്സിന് നോബൽ ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോബൽ സമ്മാനത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിച്ച ഈ രണ്ടാൾക്കാരെ ജസ്റ്റ് പരിചയപ്പെടാം. അടുത്ത ദിവസം തന്നെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. നോബൽ സമ്മാനം എക്കണോമിക്സിന് 2 പേർക്കാണ് ലഭിച്ചത്. റോബർട്ട് ബി വിൽസൺ രണ്ടുപേരും USA കാരാണ്, അവർക്കാണ് ലഭിച്ചത്. റോബർട്ട് ബി വിൽസണും അതുപോലെ തന്നെ പോൾ മിൽഗ്രൂമിനുമാണ് ലഭിച്ചത്. പോൾ മിൽഗ്രൂമിനും റോബർട്ട് ബി വിൽസണുമാണ് ഈ വർഷത്തെ 2020 നോബൽ പ്രൈസ് എക്കണോമിക്സിനുള്ള സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ഈ 2 പേർക്കുമാണ്. ഈ 2 പേരുടെ പേര് മറക്കരുത്. റോബർട്ട് ബി വിൽസൺ USA, പോൾ മിൽഗ്രം USA കാരനാണ്. നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക.